നദികളിലും മണ്ണടിഞ്ഞിരിക്കുകയാണ്. അതായത് ഈ 2018-ലെയും 2019-ലെയും വെള്ളപ്പൊക്കത്തിന് ശേഷം. അതുപോലെ ഡാമുകളിലും മണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. ഡാമുകളുടെ കപ്പാസിറ്റി ഗൗരവമായിട്ട് കുറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണലാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഡാമുകൾ ഡീസിൽറ്റ് ചെയ്യാനും നദികളിലെ മണൽ മാറാനും വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കൂടിയിരുന്നു. അതായത് ചെറിയ മഴ പെയ്താൽ പോലും ഈ മണൽ വന്ന് അടിഞ്ഞിരിക്കുന്നതുകൊണ്ട് പൊങ്ങുവാണ്. ഒരു ആക്ഷനും കഴിഞ്ഞ 8 കൊല്ലമായിട്ട് എടുത്തിട്ടില്ല. ഒരു ആക്ഷനും 8 കൊല്ലമായിട്ട്. ഏത് അല്ലെ എങ്ങനെ ഈ മണ്ണ് അടിച്ച് മാറ്റാനാ? ചെയ്തില്ലെന്നേ. നമ്മളാരും പറഞ്ഞില്ലല്ലോ. ഞാൻ തന്നെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് അസംബ്ലിയിൽ മണ്ണ് മാറ്റണം. കാരണം ഞാൻ സാൻഡ്വിച്ചറായിട്ടാണ് കിടക്കുന്നത്. പറവൂര് കോൺസ്റ്റിറ്റ്യുവൻസി പോലും 2 സ്ഥലത്തും പെരിയാറാണ്. ഒരു ചെറിയ മഴ പെയ്താൽ അപ്പോൾ വെള്ളം പൊങ്ങും. കാരണം ഈ മണ്ണ് അന്ന് വന്ന് അടിഞ്ഞ മണ്ണ് മാറ്റിയേ മതിയാവും. ഞങ്ങൾ മാറ്റാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് പോകും. അതുപോലെ ഡാമുകൾ ഡീസിൽറ്റ് ചെയ്യുകയും ചെയ്യും. ഈ പുഴയിൽ വന്നടിഞ്ഞിരിക്കുന്ന മണ്ണുകൾ മാറ്റുകയും ചെയ്യും.